നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേക സിമ്പിൾസ് ആണ്. അതുപയോഗിച്ച് നമുക്ക് രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിലാദ്യമായി വരുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയവയെല്ലാം അരിത്മെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ നമുക്കിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 10, അതുപോലെ വൈ ഈക്വൽ ടു 20 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എക്കോ കമാൻഡ് ഉപയോഗിച്ച് ഈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ആദ്യത്തെ ഓപ്പറേഷൻ അഡീഷൻ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നു. സോ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. സോ ഞാൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 10 + 20 നമുക്ക് 30 ലഭിക്കുന്നു. അടുത്തായി വരുന്നത് സബ്സ്ട്രാക്ഷൻ ആണ്. സോ ഞാനിവിടെ എക്സ് മൈനസ് വൈ എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് -10 ലഭിക്കുന്നു. 10ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് -10 ആണ് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഞാനിവിടെ ഈ സ്റ്റാർ അല്ലെങ്കിൽ ആസ്റ്ററിസ്ക് സൈൻ കൊടുക്കുന്നു, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 × 20 200 ലഭിക്കുന്നു. അതുപോലെ നമുക്ക് അടുത്തതായി വരുന്നത് ഡിവിഷൻ ആണ്. സോ ഡിവിഷൻ ഇതുപോലെയുള്ള സൈൻ കൊടുത്ത് ഞാൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 10/20 0.5 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി അതിൻ്റെ അടുത്ത ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മോഡുലസ് ഓപ്പറേറ്ററാണ്. ഇതുപോലെ പെർസെൻറ്റേജ് സൈനുള്ള ഓപ്പറേറ്ററാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് റിമൈൻഡർ കാണുന്നതിനാണ്, അല്ലെങ്കിൽ ശിഷ്ടം കാണുന്നതിനാണ്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ച് അതിൻ്റെ ശിഷ്ടം കാണുന്നതിനാണ്. സോ ഞാൻ വൈൻ്റെ വാല്യൂ ഞാൻ ഇവിടെ 3 എന്ന് കൊടുക്കുന്നു. എക്സ് മോഡുലസ് വൈ എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുമ്പോൾ എനിക്ക് 1 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നത്. കാരണം 10നെ 3 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 9 നമുക്ക് ലഭിക്കുക. ശേഷം നമുക്ക് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ശിഷ്ടം എന്ന് പറയുന്നത് 1 ആണ്. ആ 1 ഇവിടെ നമുക്ക് ലഭിക്കും. സോ ഈ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് റിമൈൻഡർ അഥവാ ശിഷ്ടം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. സോ അടുത്തായി വരുന്നത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇതുപോലെ പ്ലസ് എന്ന് പറയുന്ന ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. സോ അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഇപ്പോൾ നമുക്ക് 10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ ഞാൻ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ ഇവിടെ കൊടുത്ത് നമുക്ക് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കൂടി 1 കൂട്ടിയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. 10നോട് കൂടി 1 കൂട്ടിയിട്ട് 11 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. അതുപോലെയാണ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 2 മൈനസ് കൊടുത്ത് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 10ൽ നിന്നും 1 കുറച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഇതുപോലെ ഒരു സംഖ്യയിൽ നിന്നും നമ്പർ 1 കൂട്ടുന്നതിനും കുറക്കുന്നതിനും വേണ്ടി നമുക്ക് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ അതുപോലെ ഈ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായി നമുക്ക് വരുന്നത് എക്സ്പൊണൻഷിയേഷൻ ആണ്. സോ നമുക്കിത് ഉപയോഗിച്ച് നമുക്കൊരു സംഖ്യയുടെ പവർ കാണാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി എനിക്ക് x² കാണണമെങ്കിൽ ഉദാഹരണമായി ഞാനിവിടെ എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേറ്റർ കൊടുക്കുന്നു, ഈ 2 സൈൻ. അതിനുശേഷം ഞാൻ 2 കൊടുക്കുന്നു. ശേഷം നമുക്ക് ഇവിടെ നമ്മൾ $സൈൻ കൊടുക്കണം. ശേഷം നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 10ൻ്റെ സ്ക്വയർ നമുക്ക് ലഭിക്കുന്നു, 100 ലഭിക്കുന്നു. സോ ഇതിനർത്ഥം 10 എക്സ്പൊണൻഷിയേഷൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനർത്ഥം 10 × 10 എന്നാണ്. സോ അതുപോലെ നമ്മൾ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 1000 ലഭിക്കുന്നു, അതായത് 10നെ 3 തവണ ഗുണിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഈ എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്.